KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മതവിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ SSF സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ലിസാന സ്റ്റഡി സർക്കിൾ മക്ക സോൺ സാഹിത്യോത്സവ് ഈ മാസം 30-ന്. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തയ്യാറാണോ മോഡിയെ വെല്ലുവിളിച്ച് ലാലു പ്രസാദ് യാദവ്. ഗോമാംസം വിളമ്പിയെന്ന് പരാതി, ഡൽഹി കേരള ഹൌസിൽ റെയ്ഡ്. സർക്കാർ സൈനിക ഒത്താശയോടെ മ്യാൻമറിൽ റോഹിംഗ്യൻ വംശഹത്യ, തെളിവുകൾ പുറത്തായി. 2 ടൺ മയക്കുമരുന്നുമായി സൗദി രാജകുമാരൻ അറസ്റ്റിൽ, സൈനികർക്ക് നൽകാൻ കൊണ്ടുപോയതെന്നാണ് സൂചന. ഭൂകമ്പം, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മരിച്ചത് 291 പേർ, ഇന്ത്യയിൽ 3 മരണം. വാർത്തകൾ വിശദമായി. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഉത്തരേന്ത്യയിലുമുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 291 മരണം. പാകിസ്ഥാനിൽ 8 കുട്ടികൾ ഉൾപ്പെടെ 228 പേരും അഫ്ഗാനിസ്ഥാനിൽ 63 പേരും ഇന്ത്യയിൽ 3 പേരും മരിച്ചു. വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും ജനങ്ങൾ ഇറങ്ങിയോടി. വാർത്താവിനിമയ ബന്ധം താറുമാറായി. കേരളത്തിൽ കൊച്ചിയിലും നേരിയ തോതിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു. കാബൂളിന് 254 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി ഫൈസാബാദിന് സമീപം ഹിന്ദുകുഷ് പർവ്വതമേഖലയിൽ 213 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 1:39 ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ആദ്യം 7.7 തീവ്രത കണക്കാക്കിയത്. ഇത് പിന്നീട് 7.6 7.5 കുറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇംഗ്ലീഷിൽ സംവാദത്തിന് വെല്ലുവിളിച്ച് RJD നേതാവ് ലാലു പ്രസാദ് യാദവ് രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നേതാക്കൾ നടത്തിവരുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലാണ് ഈ വെല്ലുവിളി. ട്വിറ്ററിലൂടെയായിരുന്നു ലാലു പ്രസാദിന്റെ വെല്ലുവിളി. രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഇംഗ്ലീഷിൽ സംവാദത്തിന് തയ്യാറാണോ എന്ന് മോഡിയോട് ലാലു പ്രസാദ് ചോദിക്കുന്നു. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഹിന്ദിയിലെങ്കിലും സംവദിക്കാൻ തയ്യാറാകണമെന്നും ലാലു ട്വിറ്ററിൽ കുറിച്ചു. എന്നാൽ മോഡി വെല്ലുവിളികൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്നും ലാലു കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് റാലികളിലും പൊതുപ്രസംഗങ്ങളിലും ഇരു നേതാക്കളും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതാദ്യമല്ല. കഴിഞ്ഞ ദിവസം മോഡിയെ പരിഹസിച്ച് ലാലു പ്രസാദ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ഡബ്മാഷ് വീഡിയോ ജനശ്രദ്ധ നേടിയിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ചൂടുപിടിച്ചിരിക്കെ ഇന്ന് മോഡി 2 വേദികളിലും രാഹുൽ ഗാന്ധി 3 സ്ഥലങ്ങളിലും ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഗോമാംസം വിളമ്പിയെന്ന് പരാതി, ഡൽഹി കേരള ഹൌസിൽ പോലീസ് റെയ്ഡ്. മോദി സർക്കാർ അധികാരത്തിലേറിയതിന്റെ ആദ്യ നാളിൽ ഇവിടെ ബീഫ് വിലക്കിയിരുന്നുവെങ്കിലും സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു. ഇവിടെയാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. വിശദമായ റിപ്പോർട്ടിലേക്ക്. പശു ഇറച്ചി വിളമ്പി എന്ന പേരിൽ ഡൽഹി കേരള ഹൌസിലെ സമൃദ്ധി ക്യാന്റീനിൽ പോലീസ് പരിശോധന നടത്തി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനെത്തിയ 3 യുവാക്കളുടെ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. ബീഫ് എന്ന പേരിൽ ഗോമാംസം വിളമ്പുന്നു എന്നായിരുന്നു ഒരു മലയാളിയും 2 കർണാടക സ്വദേശികളും അടങ്ങിയ യുവാക്കളുടെ പരാതി. വിലവിവര പട്ടികയിൽ ബീഫ് എന്നതു മാത്രം മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇക്കാര്യം ചോദ്യം ചെയ്ത യുവാക്കൾ ഇതിന്റെ ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തി പോലീസിന് കൈമാറുകയായിരുന്നു. ഭക്ഷണം കഴിച്ച് തിരിച്ചുപോയ യുവാക്കളിൽ ഒരാൾ തിരിച്ചുവന്ന് ക്യാന്റീനിന്റെ ചിത്രമെടുക്കാൻ ശ്രമിച്ചത് തടഞ്ഞ കേരള ഹൌസ് ജീവനക്കാരും യുവാക്കളും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. അതിന് പിന്നാലെയാണ് 30ഓളം വരുന്ന പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത്. പോത്തിറച്ചി മാത്രമാണ് വിളമ്പുന്നതെന്ന് ക്യാന്റീൻ നടത്തിപ്പുകാർ വിശദീകരിച്ചുവെങ്കിലും പോലീസ് തൃപ്തരായില്ല. അടുക്കളയിൽ കയറി പരിശോധിച്ചുവെങ്കിലും ഗോമാംസം കണ്ടെത്താനായില്ല. പോലീസ് പരിശോധനയുടെ പശ്ചാത്തലത്തിൽ കേരള ഹൌസ് ക്യാന്റീനിൽ ബീഫ് വിഭവങ്ങൾ
വിളമ്പുന്നത് തൽക്കാലത്തേക്ക് നിർത്തിയതായി അധികൃതർ അറിയിച്ചു. ഡൽഹിയിൽ പോത്തിറച്ചിക്ക് നിരോധനം ഇല്ലാതിരിക്കുമ്പോഴാണ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു. ഡൽഹിയിലെത്തുന്ന മലയാളികൾക്ക് മിതമായ നിരക്കിൽ നാടൻ ഭക്ഷണം ലഭിക്കുന്ന ഇടമാണ് സമൃദ്ധി ക്യാന്റീൻ. മോഡി സർക്കാർ അധികാരത്തിലേറിയതിന്റെ ആദ്യ നാളിൽ ഇവിടെ കേരള ഹൌസ് അധികൃതർ ബീഫ് വിലക്കിയിരുന്നുവെങ്കിലും പൊതുജന സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. കേരള ഹൌസിൽ പശുവിറച്ചി ഉണ്ടെന്നാരോപിച്ച് ഡൽഹി പോലീസ് നടത്തിയ റെയ്ഡിനെതിരെ രൂക്ഷ വിമർശനം. BJP സേനയെപ്പോലെയാണ് ഡൽഹി പോലീസ് പെരുമാറുന്നതെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ട്വിറ്ററിൽ കുറിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കേരള സർക്കാരും വിമർശനം ഉന്നയിച്ചു. കേരള ഹൌസ് ഒരു സർക്കാർ സ്ഥാപനമാണ്, അല്ലാതെ സ്വകാര്യ ഹോട്ടലല്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചിരുന്നു. കേരള മുഖ്യമന്ത്രിയുടെ വാക്കുകളെ സ്വാഗതം ചെയ്യുന്നുവെന്നും പോലീസിന്റെ നടപടിയെ കുറ്റപ്പെടുത്തുന്നുവെന്നും കെജ്രിവാൾ അറിയിച്ചു. കേരള ഹൌസിനെക്കുറിച്ച് അത്തരത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കേണ്ടത് ഇങ്ങനെയല്ലെന്നും ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹൌസ് ക്യാന്റീനിൽ ഗോമാംസം വിളമ്പിയെന്ന ആരോപണത്തെ തുടർന്ന് പോലീസ് പരിശോധന നടത്തിയത് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. അധികൃതരിൽ നിന്ന് മുൻകൂർ അനുമതി ചോദിക്കാതെ പരിശോധന നടത്തിയതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനും കത്തിന്റെ പകർപ്പ് അയച്ചിട്ടുണ്ട്. ഗോമാംസം വിളമ്പിയെന്ന് ആരോപിച്ച് പോലീസ് ക്യാന്റീൻ ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ക്യാന്റീൻ പ്രവർത്തനങ്ങൾക്ക് തടസ്സവും നേരിട്ടുവെന്നും കത്തിൽ പറയുന്നുണ്ട്. ഗോമാംസം വിളമ്പിയെന്ന് ആരോപിക്കുന്നവർ എങ്ങനെ ക്യാന്റീനിലേക്ക് കയറിയെന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും കത്തിൽ പറയുന്നു. റോഹിംഗ്യൻ മുസ്ലിംകൾക്കെതിരെ മ്യാൻമർ സർക്കാരിന്റെ ഒത്താശയോടെ നടന്ന വംശഹത്യയുടെ ശക്തമായ തെളിവുകൾ പുറത്തുവന്നു. അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റി വിഭാഗം നടത്തിയ 8 മാസം നീണ്ടുനിന്ന അന്വേഷണങ്ങൾക്കൊടുവിലാണ് റോഹിംഗ്യൻ വംശജർക്കെതിരെ അരങ്ങേറിയ വംശഹത്യയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തായിരിക്കുന്നത്. അൽ ജസീറയും മ്യാൻമറിലെ മനുഷ്യാവകാശ സംഘടനകളും അന്വേഷണത്തിൽ പങ്കാളികളായിരുന്നു. രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി മ്യാൻമർ സർക്കാർ റോഹിംഗ്യകൾക്കെതിരെ നിരന്തരം സാമുദായിക സംഘർഷത്തിന് പ്രേരണ നൽകിയെന്നതാണ് പ്രധാന കണ്ടെത്തൽ. മുസ്ലിങ്ങളെക്കുറിച്ച് മ്യാൻമറിലെ ആളുകൾക്ക് ഭീതിപ്പെടുത്തുന്നതും വിദ്വേഷം ജനിപ്പിക്കുന്നതുമായ പ്രസംഗങ്ങൾ നടത്താനും ഈ ആവശ്യത്തിനുവേണ്ടി മ്യാൻമറിലെ ബുദ്ധ തീവ്രവാദികൾക്ക് പണം കൊടുത്തതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 25 വർഷത്തിനിടയ്ക്ക് നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പ് അടുത്ത മാസം 8-ന് നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിലവിൽ ഭരണത്തിലിരിക്കുന്ന സൈനിക പിന്തുണയുള്ള യൂണിയൻ സോളിഡാരിറ്റി ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി മുസ്ലിംകളെ അരികുവൽക്കരിക്കാനും റോഹിംഗ്യകളെ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടത്താനും തീവ്ര ശ്രമങ്ങൾ നടത്തിയതായി തങ്ങൾക്ക് ലഭിച്ച രഹസ്യരേഖകളുടെ അടിസ്ഥാനത്തിൽ അൽ ജസീറ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് മ്യാൻമർ പ്രസിഡന്റിനോടും സർക്കാർ വക്താക്കളോടും അൽ ജസീറ പ്രതികരണം ആവശ്യപ്പെട്ടെങ്കിലും ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഘട്ടം ഘട്ടമായി റോഹിംഗ്യൻ വംശജരെ ഉന്മൂലനം ചെയ്യുകയാണ് മ്യാൻമർ സർക്കാർ ലക്ഷ്യമാക്കുന്നതെന്നാണ് വ്യക്തമായിരിക്കുന്നത്. അടുത്ത് നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളെ വ്യാപകമായ രീതിയിൽ തഴയപ്പെട്ടത് മ്യാൻമർ സർക്കാർ പുലർത്തുന്ന മുസ്ലിം വിരുദ്ധ മനോഭാവത്തിന്റെ പ്രതിഫലനമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സുക്കർബർഗ് ഇന്ത്യയിലെത്തി. നാളെ നടക്കുന്ന ടൌൺഹാൾ ചോദ്യമുത്തരം പരിപാടിക്കായാണ് സുക്കർബർഗ് ഇന്ത്യയിലെത്തിയത്. ഇതിനിടെ സുക്കർബർഗ് താജ്മഹലും സന്ദർശിച്ചു. ഞാൻ വിചാരിച്ചതിലും മനോഹരമാണ് താജ്മഹൽ എന്ന് സുക്കർബർഗ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഡൽഹി IITയിലെ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ഫേസ്ബുക്ക് സിഇഒ നാളെ ഉത്തരം നൽകും. ഡൽഹിയിൽ നടക്കുന്ന പരിപാടിയുടെ തത്സമയ സംപ്രേഷണവും ഫേസ്ബുക്ക് ഒരുക്കുന്നുണ്ട്. ഗൾഫ് വാർത്തകൾ. സ്വകാര്യ വിമാനത്തിൽ കടത്തുകയായിരുന്ന 2 ടൺ മയക്കുമരുന്നുമായി സൌദി രാജകുമാരൻ അറസ്റ്റിലെന്ന റിപ്പോർട്ട്. ബെയ്റൂട്ടിലെ റഫീഖ് ഹരീരി വിമാനത്താവളത്തിലാണ് അബദ് അൽ മുഹ്സൻ ബിൻ വലീദ് ബിൻ അബ്ദുലസീസ് അൽ സൌദ് അറസ്റ്റിലായത്. വിമാനത്തിൽ 40 പാക്കറ്റുകളിലായി 2 ടണ്ണിന്റെ മയക്കുമരുന്ന് ഗുളികകളാണുണ്ടായിരുന്നതെന്ന് പോലീസിനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജകുമാരനെ ചോദ്യം ചെയ്തു വരികയാണ്. 4 പേരും ഒപ്പമുണ്ടായിരുന്നു. ആംഫിറ്റാമിൻ ഇനത്തിൽ വരുന്ന കാപ്റ്റാഗൺ എന്ന മരുന്നാണ് കടത്തിയത്. യമനിൽ അടക്കം യുദ്ധം ചെയ്യുന്ന സൌദി സൈനികർ പതിവായി ഉപയോഗിക്കുന്നതാണ് ഈ മയക്കുമരുന്നെന്നാണ് സൂചന. ഇവർക്ക് എത്തിച്ചു നൽകാനായിരുന്നു രാജകുമാരന്റെ ശ്രമമെന്നും റിപ്പോർട്ടുണ്ട്. UAE വിശേഷങ്ങൾ. UAE ഫെഡറൽ ക്യാബിനറ്റ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ മുന്തിയ പരിഗണന ലഭിക്കുക സാമൂഹിക മേഖലയ്ക്ക്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗമാണ് ഫെഡറൽ ബജറ്റിന് അംഗീകാരം നൽകിയത്.
ഉമ്മുൽ ഖുവൈൻ എമിറേറ്റിൽ വാടകയ്ക്ക് നൽകുന്ന റെന്റ് കാറുകളിൽ ചില്ലിനെ മറക്കാനായി കറുത്ത ടിന്റുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചതായി ഉമ്മുൽ ഖുവൈൻ ട്രാഫിക് ആൻഡ് പെട്രോൾ വിഭാഗം പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ലഫ്റ്റനന്റ് കേണൽ സയ്യിദ് ഉബൈദ് ബിൻ അറാൻ വ്യക്തമാക്കി. നാസയുടെ കീഴിൽ ബഹിരാകാശ യാത്രയ്ക്ക് പരിശീലനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായ സ്വദേശി ബാലിക പരിശീലനം പൂർത്തിയാക്കി തിരിച്ചെത്തി. ദാന സുലൈമാൻ അൽ ബലൂസി എന്ന 9-കാരിയാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ടെക്സാസ് സ്പേസ് സെന്ററിൽ 1 മാസത്തെ പരിശീലനത്തിനാണ് സഹോദരൻ അദീബ് സുലൈമാൻ അൽ ബലൂസിക്കൊപ്പം ദാന നാസയുടെ കീഴിലുള്ള പരിശീലനത്തിന് പോയത്. വർക്ക് പെർമിറ്റും ലേബർ കാർഡ് തൊഴിൽ കരാറും പുതുക്കുന്നതിന് കൂടുതൽ ആനുകൂല്യത്തോടെ അടുത്ത വർഷം ആദ്യം മുതൽ പുതിയ സംവിധാനങ്ങൾ പ്രാബല്യത്തിൽ വരുന്നു. തൊഴിലാളികളും ജീവനക്കാരനും കൂടുതൽ അധികാരം ലഭിക്കുന്ന രീതിയിലാണ് മാറ്റങ്ങൾ പ്രാബല്യത്തിലാകുന്നത്. രക്തസാക്ഷിത്വ ദിനം, ദേശീയ ദിനം എന്നിവയുടെ അനുബന്ധിച്ച് UAE-യിൽ സർക്കാർ മേഖലയ്ക്ക് 5 ദിവസത്തെ അവധി ലഭിക്കുന്നു. ഡിസംബർ 1 മുതൽ 5 വരെയാണ് അവധി ലഭിക്കുക. റിസാല സ്റ്റഡി സർക്കിൾ ദുബായ് സോൺ സാഹിത്യോത്സവ് ഈ മാസം 30-ന് മുഹ്സിന ഗൾഫ് മോഡൽ സ്കൂളിൽ നടക്കുന്നതാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മാരക രോഗങ്ങളും പ്രയാസങ്ങളും ആധുനിക മനുഷ്യന്റെ മുമ്പിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ മതവിഭാഗീയതകൾ മറന്ന് സാന്ത്വന പ്രവർത്തനങ്ങളിൽ നിരതരാവണമെന്ന് SOS മലപ്പുറം ജില്ലാ പ്രസിഡന്റ് PKM സക്കാഫി ഇരിങ്ങല്ലൂർ ആവശ്യപ്പെട്ടു. SOS മലപ്പുറം ജില്ലാ ദുബായ് ചാപ്റ്റർ സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാൻ, കൈരളിയിൽ ഹൈറുണരാം, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാൽ ഹരിതം മനമിൽ നിറയാൻ, ഓരോ ഈ അണിചേരൂ, സുമസാന്ത്വന വഴിചേരൂ, മാനവികത പൂത്തിടുവാൻ ഹൃദയങ്ങളിൽ സഞ്ചാരം, ഓരോ ഈ അണിചേരൂ, സുമസാന്ത്വന വഴിചേരൂ, മാനവികത പൂത്തിടുവാൻ ഹൃദയങ്ങളിൽ സഞ്ചാരം. തെരുവിൻ ദുരവീതികളിൽ വീണുടയും ദീനതയിൽ, കണ്ണീർ കണച്ചാലുകളിൽ പണം കൊയ്യും മാനസമേ, ഉണരൂ ഉണരൂ ഹൃദയം ഉണരൂ, മധുരം വിളയും പരസ്നേഹ സാമ്രാജ്യം. തെരുവിൻ ദുരവീതികളിൽ വീണുടയും ദീനതയിൽ, കണ്ണീർ കണച്ചാലുകളിൽ പണം കൊയ്യും മാനസമേ, ആ മിഴികളിൽ പ്രതീക്ഷ തൻ സായുജ്യമുണർത്തിടാൻ ഈ അണിയിൽ ചേരൂ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. റിസാല സ്റ്റഡി സർക്കിൾ RC മക്ക സോൺ സാഹിത്യോത്സവ് ഈ മാസം 30-ന് വൈകിട്ട് 6 മണിക്ക് ഏഷ്യൻ പോളിക്ലിനിക് ഓഡിറ്റോറിയത്തിൽ നടക്കും. 15 യൂണിറ്റുകളിൽ നടന്ന സാഹിത്യോത്സവങ്ങളിലെ വിജയികളായ 300ഓളം പ്രതിഭകളാണ് മാറ്റുരക്കുന്നത്. 49 ഇനങ്ങളിലായി പ്രൈമറി, ജൂനിയർ, സെക്കൻഡറി, സീനിയർ, ജനറൽ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുക. പ്രസംഗം, മാപ്പിളപ്പാട്ട്, മധുഗാനം, ക്വിസ്, കഥാരചന, പ്രബന്ധ മത്സരങ്ങൾ, ദഫ്, മൗലിദ് പാരായണം, മാലപ്പാട്ട് തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. പരിപാടിയുടെ സ്വാഗത സംഘം രൂപീകരിച്ചു. സൈദലവി സഖാഫി, അഷ്റഫ് പെങ്ങാട്, ബഷീർ മുസ്ലിയാർ അടിവാരം, ഉസ്മാൻ കുറുകത്താണി, മുഹമ്മദ് ഹനീഫ് അമാനി എന്നിവർ രക്ഷാധികാരികളാണ്. യോഗത്തിൽ സോൺ ചെയർമാൻ സൽമാൻ വെങ്ങളം അധ്യക്ഷത വഹിച്ചു. മുസ്തഫ കാളോത്ത് ഉദ്ഘാടനം ചെയ്തു. കലാലയം കൺവീനർ ഷിഹാബ് കുറുകത്താണി സ്വാഗതവും മുസമ്മിൽ നന്ദിയും പറഞ്ഞു. RC അജ്മാൻ സോൺ സാഹിത്യോത്സവം ഈ മാസം 30-ന് വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ രാത്രി 9 വരെ അജ്മാൻ ഉമ്മുൽ മുഅ്മിനീൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. വെല്ലൂർ ദാറുൽ ഉലൂം ലത്തീഫിയ അറബിക് കോളേജിൽ നിന്ന് ബിരുദമെടുത്ത മുഴുവൻ ലത്തീഫികളുടെയും സംഗമവും സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി അനുസ്മരണവും നാളെ കടലുണ്ടി പൊസോട്ട് തങ്ങളുടെ വസതിയിൽ ചേരും. മടവൂർ CM മക്കാം, ചാലിയം അഹമ്മദ് കോയ ഷാലിയാത്തി മക്കാം സിയാറത്തുകൾക്ക് ശേഷം നടക്കുന്ന പരിപാടിയിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി കടലുണ്ടി, KC ഉസ്താദ്, സയ്യിദ് മഷ്ഹൂർ മുല്ലക്കോയ തങ്ങൾ, സയ്യിദ് ഷഹീർ അൽ ബുഖാരി പങ്കെടുക്കും. എല്ലാ ലത്തീഫികളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വിവാഹപ്രായമെത്തിയ യുവതികൾക്കും വിവാഹ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വനിതകൾക്കുമായി
മർക്കസ് ഇഹ്റാം 5 ദിവസത്തെ വിവാഹ ജീവിത പരിശീലനം സംഘടിപ്പിക്കുന്നു. സന്തുഷ്ട കുടുംബബന്ധം നിലനിർത്താൻ സാധിക്കുന്ന രൂപത്തിൽ ആധുനിക മനഃശാസ്ത്രവും ഇസ്ലാമിക ദർശനങ്ങളും ഉൾപ്പെടുന്നതാണ് സിലബസ്. തികച്ചും ഇസ്ലാമിക ചുറ്റുപാടിൽ നടത്തുന്ന ഈ ക്യാമ്പിൽ സ്ത്രീകൾ തന്നെയാണ് ക്ലാസുകൾ നയിക്കുന്നത്. അടുത്ത ബാച്ച് നവംബർ 1 ആരംഭിക്കും. പ്രവേശനം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ്. വിശദവിവരങ്ങൾക്ക് 7034326126 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാദിഹുർ റസൂൽ തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ രചിച്ച ബദരിയത്ത് മാസാന്ത മജ്ലിസ് ഈ മാസം 30 വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 6:30 ഉസ്താദിന്റെ മഖാമിൽ ആരംഭിക്കുന്ന പരിപാടിയിൽ സയ്യിദ് ഹുസൈൻ ജമലി തങ്ങൾ കടലുണ്ടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ദേവർശോല അബ്ദുസലാം മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. എം.എൻ. കുഞ്ഞിമുഹമ്മദ് ഹാജി മുഖ്യാതിഥിയായിരിക്കും. SSF മലപ്പുറം ജില്ലാ കമ്മിറ്റി മതവിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. റിസാല മുൻ ചീഫ് എഡിറ്ററും SSF മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന വെള്ളിലെ മുഹമ്മദ് ഫൈസിയുടെ പേരിലായിരുന്നു സ്കോളർഷിപ്പ് നൽകിയത്. ജില്ലയിലെ പള്ളി ദർസ്, അറബിക് കോളേജ് എന്നിവിടങ്ങളിൽ ഉന്നത മാർക്കോടുകൂടി പഠിക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെയാണ് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ 5 വർഷമായി ജില്ലാ കമ്മിറ്റി സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട്. മലപ്പുറം മേൽമുറി പൈത്തിനിപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. N. മുഹമ്മദ് സ്വാദിഖ് സഖാഫി അനുസ്മരണ പ്രഭാഷണം നടത്തി. SSF ജില്ലാ പ്രസിഡന്റ് M. ദുൽഫുക്കാർ അലി സഖാഫി അധ്യക്ഷത വഹിച്ചു. M. അബ്ദുറഹ്മാൻ, KV ഫക്രുദ്ദീൻ സഖാഫി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. കുമ്പള ഉളുവാർ സുന്നി സെന്ററിന് കീഴിൽ മാസാന്തം നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസും ഉമറുൽ ഫാറൂഖ് പൊസോട്ടത്തങ്ങൾ അനുസ്മരണവും നവംബർ 1 ഞായറാഴ്ച രാത്രി 8 മണിക്ക് നടക്കും. സയ്യിദ് മുനീറുൽ അഹദൽ തങ്ങൾ നേതൃത്വം നൽകും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തയ്യാറാണോ മോഡിയെ വെല്ലുവിളിച്ച് ലാലു പ്രസാദ് യാദവ്. സർക്കാർ സൈനിക ഒത്താശയോടെ മ്യാൻമറിൽ റോഹിംഗ്യൻ വംശഹത്യ, തെളിവുകൾ പുറത്തായി. ഗോമാംസം വിളമ്പിയെന്ന് പരാതി, ഡൽഹി കേരള ഹൌസിൽ റെയ്ഡ്. 2 ടൺ മയക്കുമരുന്നുമായി സൗദി രാജകുമാരൻ അറസ്റ്റിൽ, സൈനികർക്ക് നൽകാൻ കൊണ്ടുപോയതെന്നാണ് സൂചന. ഭൂകമ്പം, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മരിച്ചത് 291 പേർ, ഇന്ത്യയിൽ 3 മരണം. മതവിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ SSF സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. റിസാല സ്റ്റഡി സർക്കിൾ മക്ക സോൺ സാഹിത്യോത്സവ് ഈ മാസം 30. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC news time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.